ഹായ് ഫ്രണ്ട്സ്, ഇനി ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് നമുക്ക് നേന്ത്രപ്പഴം റവയൊക്കെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ്. ഇത് മക്കളൊക്കെ സ്കൂൾ വിട്ട് വരുന്ന സമയത്തൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു പലഹാരമാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. ആദ്യം തന്നെ ഞാനിവിടെ ഒരു 3 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. ഞാൻ എടുത്തിട്ടുള്ള ചെറിയ നേന്ത്രപ്പഴമാണ്. വലുതാണെങ്കിൽ നിങ്ങൾ 2 എടുത്താൽ മതി. അത് ഇതുപോലെ ചെറുതാക്കിയിട്ടൊന്ന് നീളത്തിലൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇല്ലയെന്നുണ്ടെങ്കിൽ റൗണ്ടായിട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കുന്നുണ്ട്. നെയ്യോ ബട്ടറോ നിങ്ങൾക്ക് എടുക്കാം. ഓയിലൊന്നും ചെയ്യരുത് കേട്ടോ. ഓയിൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ഒരു കറക്റ്റ് ടേസ്റ്റ് ഒന്നും കിട്ടില്ല. ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള പഴം ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് വാട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത്. നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുക, കരിഞ്ഞു പോവാണ്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വാട്ടിയെടുത്താൽ മതി. പഴം നെയ്യിൽ വാട്ടിയെടുക്കുമ്പോഴാണ് കറക്റ്റ് നല്ലൊരു ടേസ്റ്റ് കിട്ടുക. നമ്മൾ ഓയിൽ വെളിച്ചെണ്ണ കൊഴുക്കുകയാണെങ്കിൽ ആ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. ഇനി ഇതിലേക്ക് കുറച്ച് പഞ്ചസാരയും കൂടെ ചേർക്കുന്നുണ്ട്. പഞ്ചസാരയുടെ അളവ് ഞാൻ പറയണില്ല, നിങ്ങളുടെ മധുരത്തിന് ആവശ്യമായിട്ട് കുറച്ച് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുക. ഇല്ലയെന്നുണ്ടെങ്കിൽ പഴം നന്നായിട്ട് പഴുത്തതാണെങ്കിൽ കുഴപ്പമില്ല, ഇല്ലയെന്നുണ്ടെങ്കിൽ പഴത്തിനൊരു പുളിപ്പ് വരും കേട്ടോ. അതുകൊണ്ട് ആ ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത്. നന്നായിട്ട് പഴം ഒന്ന് വാടിയതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. നമ്മൾ ഈ ഒരു ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കേക്ക് ടിന്നോ അല്ലെങ്കിൽ സാധാരണ ഒരു സ്റ്റീൽ പാത്രം എന്തെങ്കിലും എടുത്തിട്ട് നന്നായിട്ട് നെയ്യോ എണ്ണ എന്തെങ്കിലും ഒന്ന് തേച്ചിട്ട് വെച്ചാൽ മതി. അതിലേക്കാണ് നമ്മൾ ഈ വാട്ടിയെടുത്തിട്ടുള്ള പഴം ഇട്ട് കൊടുക്കുന്നത്. ഞാനിവിടെ ഒരു കേക്ക് ടിന്നാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഏത് ഷേപ്പിലുള്ള പാത്രവും നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. അതേ ഷേപ്പിൽ തന്നെ നമുക്കിത് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇല്ലയെന്നുണ്ടെങ്കിൽ ഒരു സ്റ്റീലിൻ്റെ തട്ടെടുത്താലും മതി. അപ്പോൾ ഇതിലേക്ക് ഇട്ടിട്ടൊന്ന് നിരത്തി കൊടുത്തിട്ടുണ്ട്. ഇനി അതേ പാനിലേക്ക് തന്നെ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് ഞാൻ 1 ഗ്ലാസ് റവയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഞാൻ ഈ ഒരു അളവിലാണ് ചെയ്യുന്നത് കേട്ടോ. നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് റവയൊക്കെ എടുക്കാം. അപ്പോൾ 1 ഗ്ലാസ് പറഞ്ഞാൽ സാധാരണ നമ്മൾ ചായയൊക്കെ കുടിക്കണ ഗ്ലാസ്സിന് 1 ഗ്ലാസ് നിറച്ചിട്ടാണ് റവ എടുത്തിട്ടുള്ളത്. ഇനി ഒരു 2 പിടി തേങ്ങയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചിരകിയ തേങ്ങയാണ്. തേങ്ങക്ക് പ്രത്യേകിച്ച് അളവൊന്നുമില്ല കേട്ടോ. തേങ്ങ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതലായിട്ട് ചേർക്കാം. ഇനി സാധാരണ ഫ്രഷ് ആയിട്ടുള്ള തേങ്ങ ഇല്ല എന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ഡെസ്കേറ്റഡ് കോക്കനട്ട് ചേർത്താലും നല്ല ടേസ്റ്റ് തന്നെ ആവും. തേങ്ങയും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഇതൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. കളർ മാറാണ്ട് വേണം നമ്മൾ ഈ റവ ഒന്ന് മൂപ്പിച്ചെടുക്കാനായിട്ട്. അപ്പോൾ കളർ മാറി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കളർ ഒരു ബ്രൗൺ കളറായി പോകും കേട്ടോ നമ്മൾ ഉണ്ടാക്കിയെടുക്കുമ്പോൾ. അപ്പോൾ നന്നായിട്ടൊന്ന് വഴന്ന് വരുന്ന സമയത്ത് നമ്മളിതിലേക്ക് 1 ഗ്ലാസ് പശുവും പാലാണ് ഒഴിച്ചിട്ടുള്ളത്. പശുവും പാലിന് പകരം നിങ്ങൾക്ക് തേങ്ങാപ്പാൽ വേണമെങ്കിൽ ഒഴിക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 ഗ്ലാസ് പഞ്ചസാരയും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി ഒരു നുള്ളു ഉപ്പും കൂടെ ചേർക്കണം കേട്ടോ, മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ പഞ്ചസാര ഞാൻ 1/2 ഗ്ലാസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതലായിട്ടാണെന്നുണ്ടെങ്കിൽ പഞ്ചസാര നിങ്ങളുടെ പാകത്തിന് ചേർത്താൽ മതി. അപ്പോൾ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി കുറച്ച് ഏലക്ക പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നല്ല പോലെ ഇതൊന്ന് റവ ഒന്ന് വേവിച്ചെടുക്കണം. പാലൊക്കെ വറ്റി നന്നായിട്ട് റവ നമ്മുടെ ചട്ടിയിൽ നിന്ന് വിട്ട് വരുന്ന പാകം വരെ നമ്മളിതൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക. റവയും തേങ്ങയൊക്കെ ഒരു പ്രാവശ്യം നമ്മളൊന്ന് വാട്ടിയെടുത്തതാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് വേവാനൊന്നുമില്ല, വളരെ പെട്ടെന്ന് തന്നെ ആയി കിട്ടും. അപ്പോൾ ആ ഒരു പാല് വറ്റി വരുന്ന സമയം മാത്രം മതി കേട്ടോ നമുക്കിത് വേവിച്ചെടുക്കാനായിട്ട്. പിന്നെ നമ്മൾ നെയ്യ് ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആദ്യം നമ്മൾ റവ വറുത്ത സമയത്ത് ഒഴിച്ച നെയ്യ് അത് തന്നെ മതി. ഇനി നിങ്ങൾക്ക് ലാസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ നെയ്യ് ഒഴിക്കണം എന്നുണ്ടെങ്കിൽ ഒഴിക്കാം. ഞാൻ നെയ്യ് ഒഴിച്ചിട്ടില്ല. അപ്പോൾ നല്ലപോലെ ഇതൊന്ന് വിട്ട് വരുന്ന സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് നമ്മുടെ പഴത്തിൻ്റെ മുകളിലേക്ക് തന്നെ നമ്മൾ ഈ ഒരു റവയുടെ മിക്സും കൂടെ ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് പ്രസ് ചെയ്തിട്ട് നിരത്തി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പഴം വെച്ചിട്ടുള്ള അതേ പാത്രത്തിൻ്റെ മുകളിലേക്ക് തന്നെയാണ് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ. നല്ല പോലെ ഒന്ന് അമർത്തി കൊടുക്കുക. നല്ലപോലെ അമർത്തിയിട്ട് മുകൾ ഭാഗം ഒന്ന് ഒരു സ്പൂൺ വെച്ചിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് അണ്ടിപ്പരിപ്പ്, മുന്തിരി, വേറെ എന്തെങ്കിലും ഡ്രൈ ഫ്രൂട്ട്സൊക്കെ നിങ്ങൾക്ക് ചേർക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ചേർക്കാം കേട്ടോ. അപ്പോൾ കുറച്ചും കൂടെ നല്ല ടേസ്റ്റി ആവും കഴിക്കണ സമയത്ത്. ഞാനിപ്പോൾ വളരെ സിമ്പിളായിട്ടാണ് കാണിച്ചിട്ടുള്ളത്. ഞാനൊരു നട്ട്സും ഇതിലേക്ക് ചേർത്തിട്ടില്ല. തേങ്ങ, റവ, പാല്, പഴം, പഞ്ചസാര ഇത് മാത്രമേ നമ്മൾ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ അതൊക്കെ വീട്ടിലുണ്ടാക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരുപാട് മാറ്റങ്ങളൊക്കെ വരുത്താം. ഇനി നമുക്കിതൊന്ന് തണുത്തതിന് ശേഷം ഇതുപോലെ പാത്രത്തിൽ നിന്ന് വിട്ട് വരും. അപ്പോൾ വേറൊരു പാത്രത്തിലേക്ക് തട്ടി കൊടുത്തിട്ട് ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്കിത് മുറിച്ചെടുക്കാം. അപ്പോൾ കുട്ടികൾക്കൊക്കെ കേക്ക് പോലെയൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും. വളരെ കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പലഹാരമാണ് കേട്ടോ. അപ്പോൾ ഏത് ഷേപ്പിലും നിങ്ങൾക്ക് മുറിച്ചെടുക്കാം. നല്ല ഭംഗിയുള്ള പാത്രത്തിലൊക്കെ വെച്ചിട്ട് അതേ ഷേപ്പിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ആക്കിയെടുക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തൊക്കെ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നല്ല നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കേ.